രാഷ്ട്രപതി വരികയാണ് അതിന്റെ ഭാഗമായിട്ട്. രാഷ്ട്രപതി ഇന്ത്യ മഹാരാജ്യത്തിന്റെ സർവ സൈന്യാധിപ രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാനനീയ രാഷ്ട്രപതി മഹോദയ കാ ശുഭാഗമൻ. രാഷ്ട്രപതിയുടെ വീടിന്റെ മുറ്റത്ത് നടക്കുന്ന ചടങ്ങാണ്. അതുകൊണ്ട് വാഹനത്തിലൊന്നും വരേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു വരേണ്ട, അതിന്റെ തൊട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇന്ത്യയുടെ പ്രസിഡന്റ് രാഷ്ട്രപതി ഇറങ്ങി വരുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കായി സത്യവാചകം ചൊല്ലിക്കൊടുക്കാനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. ഇനി വരുന്ന ഒരു മിനിറ്റിനുള്ളിൽ ചടങ്ങുകൾ ആരംഭിക്കും. എത്തിക്കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രപതി. സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കുകയാണ്. സെക്കൻഡുകൾ നീണ്ട ദേശീയ ഗാന ആലാപനം കഴിഞ്ഞു. ഇപ്പോൾ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യും. ആദ്യം സത്യപ്രതിജ്ഞയ്ക്കായി രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രധാനമന്ത്രിക്കാണ്. രണ്ടാമത് രാജ്നാഥ് സിംഗിനും. ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവസാനം വരുന്ന വിവരമനുസരിച്ച് 71 മന്ത്രിമാരുണ്ടാവും. പ്രധാനമന്ത്രിയും 71 മന്ത്രിമാരും, 30 ക്യാബിനറ്റ് മന്ത്രിമാർ, 5 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, 36 സഹമന്ത്രിമാർ. അങ്ങനെ 71 മന്ത്രിമാരും പ്രധാനമന്ത്രി. കഴിഞ്ഞ തവണ 29 ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്നു. ഇത്തവണ പക്ഷേ പ്രധാനമന്ത്രിയുടെ എണ്ണം കൂടി കൂട്ടിയാണ്. പ്രധാനമന്ത്രിയെ സത്യവാചകം ചൊല്ലാനായി ഇത് ക്ഷണിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇതാ 3ാം വട്ടം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. സഹർഷം അദ്ദേഹത്തെ സ്വീകരിക്കുന്നു.